രാജ്യസുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്ന വൻ വെളിപ്പെടുത്തലുമായി ദില്ലി ക്രൈംബ്രാഞ്ച്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിച്ചു വന്നിരുന്ന അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന അന്താരാഷ്ട്ര ആയുധക്കടത്ത് ശൃംഖലയിലെ 2 പ്രധാന പ്രതികളെ ദില്ലി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ദില്ലി സലീംപൂർ സ്വദേശിയായ മഹ്ഫൂസ് അലി അഥവാ ബാബി, അതേപോലെ ഉത്തർപ്രദേശിലെ ജൗപൂർ സ്വദേശിയായ മുഹമ്മദ് അഹമ്മദ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷന്റെ ഫലമായിട്ടാണ് ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് ഒരു സബ് മെഷീൻ ഗൺ, 3 അത്യാധുനിക പിസ്റ്റലുകൾ, 82 ജീവനുള്ള വെടിയുണ്ടകൾ, അതേപോലെ തന്നെ മറ്റായുധങ്ങളെല്ലാം ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള UAPA നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. എന്നാൽ ഈ അറസ്റ്റിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മറ്റൊരു വാർത്തയാണ്. അറസ്റ്റിലായ മഹ്ഫൂസ് അലി ഒരു സാധാരണ ആയുധക്കടത്തുകാരനല്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകം, വധശ്രമം ഉൾപ്പെടെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ വർഷങ്ങളായി തന്നെ പോലീസിനെ വെട്ടിച്ചു നടന്നിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി കൂടിയാണ്. അതിലും ഗൗരവമുള്ളത് പ്രശസ്ത പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇയാളുടെ പേരും വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. അവിടെ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇയാളാകട്ടെ ആ ഗായകനെ വധിച്ച സംഘത്തിൽ ആയുധങ്ങളും വാഹന സൗകര്യവും എത്തിച്ചു നൽകിയതായി തന്നെ പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിൽ കഴിയുന്ന ഗുണ്ടാ തലവൻ ഷാസിൻ ബാബയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതക സംഘത്തെ പഞ്ചാബിലേക്ക് എത്തിക്കുവാനും ആക്രമണത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതായി തന്നെ മൊബൈൽ ഫോണുകളും മറ്റ് ഡോങ്ക്ലുകളും എല്ലാം തന്നെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തതായി, അതിന് സഹായം നൽകിയതായി തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ അറസ്റ്റോടുകൂടി തന്നെ അന്താരാഷ്ട്ര ആയുധക്കടത്ത് കേസിൽ പിടിയിലായവരുടെ എണ്ണം 16ആയി. ഇതുവരെ തന്നെ അന്വേഷണത്തിൽ അവിടെ വിദേശ നിർമ്മിത 28 പിസ്റ്റലുകളും 281 വെടിയുണ്ടകളും കണ്ടെടുത്തതായി തന്നെ പോലീസ് അറിയിച്ചു. ഇന്ത്യയിലെ സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾ, അതിർത്തിക്ക് അപ്പുറത്തെ ഭീകര പിന്തുണ, ഗുണ്ടാ സംഘം, ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങൾ, ഇവയെല്ലാം തന്നെ ഓരോ ശൃംഖലകളിലും ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവുകളിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ISIയുടെ നിഴലിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയ ആയുധങ്ങൾ ആരിലേക്കാണ് എത്തിയതെന്നും ഈ റാക്കറ്റിന് പിന്നിൽ ഇനിയും എത്ര പേർ പിടിയിലാകുമെന്നതും ചോദ്യമായി മാറുകയാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഈ അന്താരാഷ്ട്ര ഗുണ്ടാ ശൃംഖലയുടെ കൂടുതൽ വിവരങ്ങൾക്കായി തന്നെ ഇപ്പോൾ അന്വേഷണം തുടരുകയുമാണ്. അത് മാത്രമല്ല, ഈ കണ്ടെടുത്ത ആയുധങ്ങൾക്ക് അവിടെ വെൽഡിംഗ് മെഷീനുകളും ഗിയർ ബോക്സുകളും അവിടെ സൂക്ഷ്മമായി തന്നെ അഴിച്ചു മാറ്റിയ നിലയിൽ പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് തോക്കുകൾ എത്തിച്ചിരുന്നതായി തന്നെ പറയപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് അവിടെ അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് കടക്കുന്ന ആയുധഭാഗങ്ങൾ ദില്ലിയിൽ വെച്ച് തന്നെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് വിവിധ ഗുണ്ടാ സംഘങ്ങൾക്ക് വിതരണം ചെയ്തതായി തന്നെ ആ രീതിയിലാണ് ഇവർ ആയുധക്കടത്ത് നടത്തിയിരുന്നത്. സലീം പിസ്റ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സലീം അഹമ്മദും ഷഹബാസ് അൻസാരിയും ചേർന്നുകൊണ്ട് ഒരു വലിയ ശൃംഖലയാണ് നിയന്ത്രിച്ചിരുന്നത്. ബീഹാറിലെ മുൻകാർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അനധികൃത തോക്ക് വിതരണം നടത്തിയിരുന്ന മുഹമ്മദ് അഹമ്മദും സംഘവും അവിടെ എത്തിച്ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ പഞ്ചാബിൽ നിന്നും വൻ ആയുധ ശേഖരങ്ങൾ പിടികൂടിയതിന് പിന്നാലെ തന്നെ തലസ്ഥാനത്ത് നടന്ന ഈ അറസ്റ്റ് ഭീകരാക്രമണ പദ്ധതികൾ തകർക്കുന്നതിൽ രാജ്യസുരക്ഷാ ഏജൻസികൾ വൻ നേട്ടമാണ് ഇവിടെ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.